ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി 2 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ബേസിക്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ബേസിക്സ് ആയിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞെങ്കിൽ, നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞത്? രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രൊഡക്ഷനും അതുപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനൊക്കെ ആയിരുന്നു രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതല്ലേ. പ്രൊഡക്ഷൻ അതുപോലെ തന്നെ അതിൻ്റെ ഘട്ടങ്ങൾ, ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയായിരുന്നു? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർ, അതായത് ഓർഗനൈസേഷൻ എന്ന രീതിയിലൊക്കെ നമ്മൾ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആ ഒരു പ്രൊഡക്ഷൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ നിർത്തിയോ അവിടെ തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സിലും പറഞ്ഞ കാര്യങ്ങളുടെ കണ്ടിന്യൂഷൻ തന്നെ. ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെയും രണ്ടാമത്തെ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെയും കണ്ടിന്യൂഷനാണ്. ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് ഫാക്ട്സ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതായത് എക്കണോമിക് സിസ്റ്റംസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഡക്ഷനെ പറ്റിയിട്ടുള്ള. അവിടെ നമ്മൾ പ്രൊഡക്ഷനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് തന്നെ അതിന് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, അതായത് ഡിസൈർസും, ബട്ട് നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡും ആണല്ലേ. സോ അൺലിമിറ്റഡ് ആയിട്ട് വരുന്ന ഡിസൈർസും ലിമിറ്റഡ് ആയിട്ട് വരുന്ന റിസോഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എക്കണോമിക്സ് എന്ന രീതിയിൽ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത കാര്യമൊക്കെ ഫൈനലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആ ഒരു എക്കണോമിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം, എവിടെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന രീതിയിലൊക്കെ തീരുമാനമെടുക്കുന്നത് നമ്മൾ ഹ്യൂമൻസിനാണ്. അല്ലെങ്കിൽ ആ ഒരു എക്കണോമിക് സിസ്റ്റത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണോ ആ രീതിയിലാണ് തീരുമാനം വരുന്നത് അല്ലേ. അങ്ങനെ തീരുമാനം വരുന്ന എക്കണോമിക് സിസ്റ്റം പ്രധാനമായിട്ട് ഏതൊക്കെ രീതിയിലുണ്ടെന്നും അതെങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അവിടെ തീരുമാനങ്ങൾ വരുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എക്കണോമിക് സിസ്റ്റംസ് അഥവാ സമ്പദ് വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഓരോ എക്കണോമിയിലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു പ്രൊഡക്ഷനിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ വരുമ്പോൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന രീതിയിലൊക്കെ തീരുമാനം വരുന്നത് ഓരോ എക്കണോമിക് സിസ്റ്റത്തിലും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഓരോ എക്കണോമിക് സിസ്റ്റത്തിലും അത് വ്യത്യസ്തമായിരിക്കും. സോ നമുക്ക് നമ്മുടെ സ്ലൈഡിലേക്ക് പോവാം. ദ ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഡിഫേഴ്സ് ഫ്രം കൺട്രി ടു കൺട്രി. അതായത് നമ്മൾ പറഞ്ഞ ഈ ഒരു ഉൽപ്പാദനം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു ഉൽപ്പാദനം ഉണ്ടല്ലോ, ആ ഒരു ഉൽപ്പാദനത്തിൻ്റെ ഓണർഷിപ്പ്, അതായത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കണം, മാർക്കറ്റിൽ എത്തുമ്പോൾ എത്ര രൂപയായിരിക്കണം എന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഏജൻസി അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത് ഓരോ എക്കണോമിയിലും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ തീരുമാനമെടുക്കുന്നത് ഗവൺമെൻറ്റും പ്രൈവറ്റും ചേർന്നിട്ട് സംയുക്തമായിട്ടാണെങ്കിൽ അമേരിക്കയിൽ ആ രീതിയിലാവണമെന്നില്ല. അമേരിക്കയിൽ ചിലപ്പോൾ പ്രൈവറ്റ് മാത്രമായിരിക്കും തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ ചൈന, ക്യൂബ പോലെയുള്ള രാജ്യങ്ങൾ ഗവൺമെൻറ് മാത്രമായിരിക്കും തീരുമാനം എടുക്കുന്നത്. സോ അങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഓരോ രീതിയിലാണ് ഈ ഒരു ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. പ്രൊഡക്ഷൻ്റെ ഓണർഷിപ്പ് വരുന്നത് ഓരോ രാജ്യത്തും ഓരോ രീതിയിലാണ്. പ്രൊഡക്ഷൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അത് മാർക്കറ്റിൽ എത്തുമ്പം അതിൻ്റെ വില എത്രയായിരിക്കണം, അതൊക്കെ തന്നെയാണ് നമ്മൾ ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്ഷൻ എന്ന ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻ സം കൺട്രീസ് ദ ഓണർഷിപ്പ് ലൈസ് പ്രൈമറിലി വിത്ത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. ഇപ്പോൾ അമേരിക്ക, UK പോലെയുള്ള രാജ്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ കംപ്ലീറ്റ്ലി പ്രൈവറ്റിൻ്റെ കയ്യിലുള്ള ഗവൺമെൻറ് ഇൻ്റർഫറൻസ് ഒക്കെ ഉണ്ട്. ബട്ട് നമ്മൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അമേരിക്ക, UK പോലെയുള്ള രാജ്യങ്ങളിൽ പ്രൈമറിലി പ്രൈവറ്റ് ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ തന്നെയാണ് ഓണർഷിപ്പ് വരുന്നത് അല്ലേ. ഇൻ സം അതർ കൺട്രീസ് ഇറ്റ് ലൈസ് പ്രൈമറിലി വിത്ത് പബ്ലിക് സെക്ടേഴ്സ്. അതായത് ഗവൺമെൻറ് കയ്യിൽ, ഇപ്പോൾ ചൈന, ക്യൂബ പോലെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ ആരാണ് തീരുമാനമെടുക്കുന്നത്, ഉൽപ്പാദനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടേഴ്സ് ആണല്ലോ. സെൻട്രൽ അതോറിറ്റി ഉണ്ടാവും, സെൻട്രൽ ഏജൻസി, പലപ്പോഴും അത് ഗവൺമെൻറ് തന്നെയായിരിക്കും. അവരാണ് ആ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത്. ദർ ആർ ഓൾസോ countries where the ownership lies with both the private and public sector. ഏതാണ് നമ്മുടെ ഇന്ത്യ, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളിൽ പ്രൈവറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ്റും സംയുക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കും. ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അതുപോലെ അത് മാർക്കറ്റിൽ എത്തുമ്പോൾ എത്രയായിരിക്കണം അതിൻ്റെ വില എന്നത് ആരൊക്കെ തീരുമാനിക്കും? നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ പ്രൈവറ്റും തീരുമാനിക്കും, അതുപോലെ അതിൽ ഗവൺമെൻറ് ഇടപെടുകയും ചെയ്യും. അങ്ങനെ സംയുക്തമായിട്ട് വരുന്നുണ്ടല്ലേ. ഓൺ ദ ബേസിസ് ഓഫ് ദ ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ സച്ചസ് ലാൻഡ്, ക്യാപിറ്റൽ, റോ മെറ്റീരിയൽസ് എക്സെട്ര, എക്കണോമിക് സിസ്റ്റം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3. എന്തൊക്കെയാണ്?
പ്രൊഡക്ഷൻ്റെ ബേസിൽ, ഓണർഷിപ്പിൻ്റെ ബേസിൽ, എന്തൊക്കെ ഓണർഷിപ്പ്, ലാൻഡിൻ്റെ ഓണർഷിപ്പ്, ക്യാപിറ്റൽ, റോ മെറ്റീരിയൽ, ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമുക്ക് എക്കണോമിക് സിസ്റ്റത്തെ മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെയാണ് എക്കണോമിക് സിസ്റ്റം എന്ന്. അതായത് എക്കണോമിക് സിസ്റ്റം അഥവാ സമ്പദ് വ്യവസ്ഥകൾ പ്രധാനമായിട്ട് മൂന്നെണ്ണം അല്ലേ. ഏതൊക്കെയാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് എക്കണോമി, മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കണോമി. ഇതായിരുന്നു നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഫ്രീ മാർക്കറ്റ് കൺസെപ്റ്റ്, നമ്മുടെ ലേസീസ് ഫെയർ പോളിസിയൊക്കെ പോലെ, ആഡം സ്മിത്ത് പറഞ്ഞ ലേസീസ് ഫെയർ പോളിസിയൊക്കെ പോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് വേണ്ട. മാർക്കറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡിനനുസരിച്ചിട്ട്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് നമുക്ക് അങ്ങോട്ട് പറയാനുണ്ട്, സപ്ലൈ ആൻഡ് ഡിമാൻഡിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകട്ടെ എന്ന രീതിയിലുള്ള എക്കണോമിക് സിസ്റ്റമാണ് ഏത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ഇനി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ വരുന്ന സമയത്ത് അവിടെ ഇതുപോലെയുള്ള പ്രൈവറ്റ് പാർട്ടീസിന് യാതൊരുവിധ അധികാരമില്ല. കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെൻറ് തീരുമാനിക്കും ആർക്കൊക്കെ വേണ്ടിയിട്ട്. കുറച്ചുകൂടെ സോഷ്യൽ വെൽഫെയർ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോവുക. ബട്ട് ഗവൺമെൻറ് ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെറൈറ്റീസ് ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഈ ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ബട്ട് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ആ ഒരു കൺസ്യൂമേഴ്സിൻ്റെ തീരുമാനം, കൺസ്യൂമേഴ്സിന് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ബട്ട് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെൻറ് തീരുമാനിക്കും എന്ത് വേണം, മെജോറിറ്റിക്ക് എന്താണോ ആവശ്യമായിട്ട് വരുന്നത് ആ ഒരു ആവശ്യങ്ങൾ അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കണോമി, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ വരുന്ന സമയത്ത് എന്താണ് അവസ്ഥ? അവിടെ സോഷ്യലിസ്റ്റും വരുന്നുണ്ട്, അതായത് സോഷ്യലിസ്റ്റ് എക്കണോമിയും വരുന്നുണ്ട്, ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയും വരുന്നുണ്ട്. നമുക്ക് ഗവൺമെൻറ് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നുമുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടീസ് ഇവിടെ നമുക്ക് ആവശ്യമുള്ള വെറൈറ്റീസും തരുന്നുണ്ടല്ലേ. ആ രീതിയിലുള്ള മൂന്ന് സമ്പദ് വ്യവസ്ഥകളാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്തു പറയണം. ആദ്യം നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ പറ്റിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. സോ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെയാണല്ലേ. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഇസ് ദ എക്കണോമി ഇൻ വിച്ച് ദ ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് വിത്ത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. ആരുടെ കയ്യിലാണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലാണ് ഓണർഷിപ്പ് വരുന്നത് അല്ലേ. ഹു വർക്ക് വിത്ത് ദ മോട്ടീവ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. ഈ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാകുക, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ലക്ഷ്യം. സോ ഈ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലായിരിക്കും മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് തീരുമാനിക്കും മാർക്കറ്റ് എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, മാർക്കറ്റിലെ വില നിലവാരം അവർ തീരുമാനിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. സപ്പോസ് നമ്മൾ വിചാരിക്കണം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഒരു 50 rupees വരുന്ന ഒരു അരിയാണെന്ന് വിചാരിക്കണം. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് 50 രൂപയുടെ അരിയാണെന്ന് വിചാരിക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ മാർക്കറ്റിൽ വാങ്ങുന്നത് 50 രൂപയുടെ അരിയാണെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു മാർക്കറ്റ് പിന്നീട് കുറച്ച് അങ്ങോട്ടുള്ള കാലങ്ങളിൽ 50 രൂപയുടെ അരിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫാമിലീസ് ഉണ്ടാവും. അവരെയൊന്നും ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമി കാര്യത്തിൽ എടുക്കുന്നില്ല. അവരെന്താണ്, മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണോ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് എങ്ങനെയാണോ അതുപോലെ മാത്രമേ അവർ മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഇസ് ദ എക്കണോമി ഇൻ വിച്ച് ദ ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് വിത്ത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഹു വർക്ക് വിത്ത് ദ മോട്ടീവ് ഓഫ് എന്താണ്, അവരുടെ ഏക മോട്ടീവ് എന്താണ്? പ്രോഫിറ്റ് ജനറേറ്റ്, മേക്കിംഗ് പ്രോഫിറ്റ് എന്ന ആ ഒരു എയിം മാത്രമാണ് അവർക്ക് ഉള്ളത്. അല്ലാതെ സോഷ്യൽ വെൽഫെയറോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോ ആ ഒരു പാവപ്പെട്ടവർ പട്ടിണി പാവങ്ങളെ സഹായിക്കണമെന്നൊരു ചിന്തയൊന്നും ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ജീവിച്ചു പോകാൻ പറ്റും. സമ്പത്തില്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പരിങ്ങല്ലാവും. ആ രീതിയിലാണ്. ദർ ഈസ് വെരി ലിറ്റിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ല എന്ന രീതിയിൽ തന്നെ ഐഡിയൽ ആയിട്ട് വരുന്ന ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ല. ബട്ട് ഇൻ പ്രാക്ടിക്കൽ വേൾഡിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്കണോമി എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെയൊക്കെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വരുന്നുണ്ടല്ലോ. ഗവൺമെൻറ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും. അല്ലാതെ ഈ ഒരു എക്കണോമിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഈ ഒരു ലോകത്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, ദർ ഈസ് വെരി ലിറ്റിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. നമ്മുടെ ലേസീസ് ഫെയർ പോളിസിയൊക്കെ പറഞ്ഞതുമല്ല, ലീവ് അസ് അലോൺ എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വേണ്ട, മാർക്കറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ച് മുന്നോട്ടേക്ക് പോട്ടെ. ഞാൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ലോ സപ്ലൈയും ലോ ഓഫ് ഡിമാൻഡൊക്കെ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഭാഗമായിട്ട് തന്നെ നോക്കാനുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ SCERT കൊടുത്തിട്ടില്ല, ബട്ട് NCERT പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പറഞ്ഞേ മതിയാവൂ എന്ന രീതിയിലുള്ള ചില ടേംസൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ആ സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയായിരിക്കും. ഇവിടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന ടേം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ, സോ ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ നേഷൻ ആർ മെയിൻറ്റെയിൻ
ലോ ആൻഡ് ഓർഡർ ആൻഡ് ടു ഡിഫെൻഡ് ദ കൺട്രി ഫ്രം ഫോറിൻ ഇൻവേഷൻ. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലെ ഗവൺമെൻറ്റിനുള്ള ആകെയുള്ള ചുമതല അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡറാണ്. ആ ഒരു രാജ്യത്തെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തുകൊള്ളുക. അല്ലാതെ മാർക്കറ്റിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കണം, എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കേണ്ട. അതാര് തീരുമാനിക്കും? അത് മാർക്കറ്റ് തീരുമാനിച്ചോളും. മാർക്കറ്റിലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ചിട്ട് മാർക്കറ്റ് തീരുമാനിച്ചോളും. ഗവൺമെൻറ് ഇത്രമാത്രം ചെയ്താൽ മതി, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള രാജ്യങ്ങൾ, ഇതുപോലെയുള്ള എക്കണോമീസിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? പോലീസ് സ്റ്റേറ്റ് എന്ന പേരിൽ വിളിക്കും. ചോദ്യം വരാം, പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന എക്കണോമി താഴെ പറയുന്നതിൽ ഏതാണ്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അഥവാ ഫ്രീ മാർക്കറ്റ് എക്കണോമി എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ഓക്കെ, ഫ്രീ മാർക്കറ്റ് എക്കണോമി അഥവാ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന രീതിയിലൊക്കെ ഇതിനെ പറയാറുണ്ട്. ഇതിനെ പോലീസ് സ്റ്റേറ്റ് എന്ന പേര് കൂടെ അറിയപ്പെടുന്നുണ്ടല്ലേ. കാരണം എന്താണ്? അവിടെ ഗവൺമെൻറ് എന്താണ്? പോലീസിൻ്റെ പണി മാത്രമേ ഗവൺമെൻറ്റിനുള്ളൂ. മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ മാത്രമാണ് ഗവൺമെൻറ്റിനുള്ളത്. സോ നമ്മളിനി ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഫ്രീഡം ഫോർ ദ ഓൺടർപ്രണേഴ്സ് ടു പ്രൊഡ്യൂസ് എനി കോമഡിറ്റീസ്. അവിടെ എന്ത് വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പ്രൈവറ്റ് ഓൺടർപ്രണേഴ്സിന് എന്താണോ ആ ഒരു മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഐഫോണാണ് കൂടുതൽ ആവശ്യകതയെങ്കിൽ ഐഫോൺ അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ 50 രൂപയുടെ അരിയാണ് കൂടുതൽ ആവശ്യകതയെങ്കിൽ അവരത് പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ 30 രൂപയുടെ അരിയാണ് കൂടുതൽ ആവശ്യകതയെങ്കിൽ അവരത് പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ബ്രാൻഡഡ് വാച്ചസ്, ബ്രാൻഡഡ് ഷൂസ് ഒക്കെയാണ് കൂടുതൽ ആവശ്യകതയെങ്കിൽ അവരത് പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെ ഓൺടർപ്രണേഴ്സിന് മാർക്കറ്റിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഫ്രീഡം ഫോർ ദ ഓൺടർപ്രണേഴ്സ് ടു പ്രൊഡ്യൂസ് എനി കോമഡിറ്റീസ്. അതുപോലെ റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക്, അതായത് സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം നമുക്ക് അവിടെ ഉണ്ടല്ലേ ക്യാപിറ്റൽ എക്കണോമിയിൽ. അതുപോലെ തന്നെ പ്രോഫിറ്റ് മോട്ടീവാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, അവിടെ ആകെയുള്ള എയിം എന്താണ്? പ്രൈവറ്റ് പാർട്ടീസിന് അവിടെ പ്രൊഡക്ഷൻ ചെയ്യുക, ലാഭമുണ്ടാക്കുക, മുന്നോട്ടേക്ക് പോവുക. അത് തന്നെ അടുത്ത ജനറേഷനിലേക്ക് കൂടുതൽ പണം സമാഹരിക്കുക. അതായത് ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് ടു ലീഗൽ ഹെയർ. അതായത് ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു ഫേം നടത്തുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ലാഭത്തിൽ പോകുന്ന ഫേം ആണെങ്കിൽ എൻ്റെ നെക്സ്റ്റ് ജനറേഷനിലും ആ ഒരു ഫേം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ഫ്രീ മാർക്കറ്റ് വിത്ത് നോ കൺട്രോൾ ഓവർ പ്രൈസ്. 50 രൂപയായാലും 100 രൂപയായാലും ചോദിക്കാൻ ആരുമില്ല. കാരണം എന്താണ്? അവിടെ വാങ്ങാൻ ആളുകളുണ്ട്, അത്രയും വില കൊടുത്തിട്ട് വാങ്ങാൻ ആളുകളുണ്ട്. ഇവിടെ നേരെ മറിച്ച് എന്താണ്? അരിയുടെ വില 1 രൂപ കൂടുമ്പോൾ, അല്ലെങ്കിൽ ഗ്യാസിനൊക്കെ 50 രൂപ കൂടുന്ന സമയത്ത് തന്നെ, നമ്മൾ പെട്രോളിനൊക്കെ 50 പൈസയൊക്കെ കൂടുന്ന സമയത്ത് തന്നെ ഇവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി ഏതെങ്കിലും രീതിയിൽ അത് കുറക്കുമല്ലേ. ആ രീതിയിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറക്കാൻ വേണ്ടി ശ്രമിക്കും. ബട്ട് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ അവസ്ഥ എന്താണ്? അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കൺട്രോളും ഇല്ല, ഒരു പ്രൈസ് കൺട്രോളും ഇല്ല. പ്രൈസ് തീരുമാനിക്കുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ചിട്ടാണ്. അവിടെ എത്ര ഡിമാൻഡ് ഉണ്ടോ അതിനനുസരിച്ചുള്ള സപ്ലൈയും കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഓക്കെ, കൺസ്യൂമേഴ്സ് സോവേർജിനിറ്റി, അതായത് കൺസ്യൂമേഴ്സ് തീരുമാനിക്കും എന്താണ് കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് എന്ന്. കൺസ്യൂമേഴ്സ് പറയുന്ന കാര്യങ്ങൾ മാർക്കറ്റിൽ കൺസ്യൂമേഴ്സിൽ ലഭ്യമായിട്ടുണ്ടാകുന്നതായിരിക്കും. കോമ്പറ്റീഷൻ എമംഗ് ഓൺടർപ്രണേഴ്സ് ടു സെൽ പ്രൊഡക്ട്സ്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വില നിയന്ത്രണവും ഇല്ല. സോ നമ്മളെന്താ അവിടെ സെല്ലേഴ്സിന് ഇടയിൽ വളരെ വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ വരാൻ തുടങ്ങും അല്ലേ. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മലയാളത്തിൽ നോക്കിയാലോ. സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫ്രീഡം പറഞ്ഞതുപോലെ തന്നെ അതുപോലെ സ്വകാര്യ സ്വത്ത് അവകാശം വരുന്നുണ്ട്. ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, എല്ലാവരും പ്രോഫിറ്റ് മോട്ടീവാണ്. പാരമ്പര്യമായുള്ള സ്വത്ത് കൈമാറ്റ രീതി, നമ്മുടെ ഒരു ജനറേഷനിൽ നിന്ന് മറ്റു ജനറേഷനിലേക്ക് സ്വത്ത് കൈമാറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും രീതിയൊക്കെ അവിടെയുണ്ട്. വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായ കമ്പോളം അല്ലേ. ആ ഒരു കമ്പോളത്തിൽ യാതൊരുവിധ വില നിയന്ത്രണമോ ഒന്നുമില്ല. അതുപോലെ ഉപഭോക്താക്കളാണ് പരമാധികാരികൾ. അവർ തീരുമാനിക്കും മാർക്കറ്റിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം. 50 രൂപയുടെ അരി മെജോറിറ്റി ആളുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതാണ് ആ ഒരു മാർക്കറ്റിൽ ലീഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതാണ് കൂടുതൽ ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് ആളുകൾ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഉപഭോക്താക്കൾ തീരുമാനിക്കും എന്ത് മാർക്കറ്റിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന രീതിയിൽ അവരതിനനുസരിച്ചിട്ട് വാങ്ങുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരമല്ല, ടൈറ്റ് കോമ്പറ്റീഷൻ വരും. അതുകൊണ്ട് തന്നെ വിലയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറഞ്ഞിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ വളരെ കുറവാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, സർക്കാരിൻ്റെ ഇടപെടലുകൾ 0 ആണെന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാം. ക്രമസമാധാന പാലനവും വൈദേശിക ആക്രമണങ്ങളും പ്രതിരോധിക്കലുമായിരുന്നു രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതല. ഇത്തരം രാഷ്ട്രങ്ങളെ പോലീസ് സ്റ്റേറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ. അതായത് മാർക്കറ്റിൽ ഗവൺമെൻറ് ഇടപെടേണ്ട, ഗവൺമെൻറ് ലോ ആൻഡ് ഓർഡർ മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് പോലീസ് സ്റ്റേറ്റ് എന്ന പേര് നമ്മളെ ഈ ഒരു കൈൻഡ് ഓഫ് എക്കണോമിക്ക് ലഭ്യമായിട്ടുണ്ടല്ലേ. സോ
ഇനി പറയാൻ പോകുന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇത്ര നേരം പറഞ്ഞ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആ ഒരു മാർക്കറ്റിൽ പ്രൈസ് മെക്കാനിസത്തിനനുസരിച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് അല്ലേ. It is through price mechanism that the basic problem in a capitalist economy such as what to produce, how to produce and for whom to produce are solved. അതായത് അവിടെയുള്ള പ്രൈസ് മെക്കാനിസം, വില നിലവാരം അനുസരിച്ചിട്ടായിരിക്കും അവിടെ പ്രൊഡക്ഷൻ വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 50 രൂപയുടെ അരി വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകളുണ്ടെങ്കിൽ 50 രൂപയുടെ അരി അവർ പ്രൊഡ്യൂസ് ചെയ്യും, കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, 50 രൂപയുടെ അരി അവർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. 50 രൂപയുടെ അരി വാങ്ങാൻ ഇത്രയും ആളുകളുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അല്ലാതെ ഒരിക്കലും 50 രൂപയുടെ അരി 80% ആളുകൾ വാങ്ങാൻ തയ്യാറായിട്ട് 30 രൂപയ്ക്ക് അരി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും അവിടെ തയ്യാറാകില്ല. അതായത് പ്രൈസ് മെക്കാനിസത്തിനനുസരിച്ചിട്ടായിരിക്കും. ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് പ്രൈസ് മെക്കാനിസം ആയിരിക്കും അല്ലേ. സോ ഈ ഒരു പ്രൈസ് മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അത് മനസ്സിലായില്ലെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ലോസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഞാനിപ്പോൾ ഒരു വെൻഡറാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു വെൻഡറാണ്. എൻ്റെ കയ്യിൽ അരിയുണ്ട്, ഒരുപാട് അരിയുണ്ട്. ഒരു അരിയുടെ സ്റ്റോറാണിത്. എൻ്റെ കയ്യിൽ ഒരുപാട് അരിയുണ്ട്. റൈസ് സ്റ്റോറാണ്, എൻ്റെ ഒരു റൈസ് സ്റ്റോറാണിത് വരുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് അവസ്ഥ? റൈസിന് നല്ല രീതിയിൽ പ്രൈസ് ഉയർന്നെന്ന് വിചാരിക്കണം. ഞാൻ ഇന്ന് പ്രൈസ് വിറ്റത് 50 രൂപയാണ്. 1 കിലോ റൈസിന് 50 രൂപ എന്ന രീതിയിലാണ് ഞാൻ റൈസ് വിൽക്കുന്നത്. ഇന്നലെ വിറ്റത്, ഓക്കെ, യെസ്റ്റർഡേ ഇന്നലെ വിറ്റത് 1 കിലോ അരിക്ക് 50 രൂപീസ്. ഇന്ന് നോക്കുന്ന സമയത്ത്, ടുഡേ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, 100 രൂപീസ്. 1 കിലോ അരിക്ക് 100 രൂപയായല്ലേ. ഞാൻ പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലെ കാര്യമാണ്. 100 രൂപയായി 1 കിലോ അരിക്ക്. സോ ആസ് എ വെൻഡർ അല്ലെങ്കിൽ ആസ് എ സെല്ലർ ഞാൻ എന്താണ് വിചാരിക്കുക, ഈ ഒരു 100 രൂപ ആവുന്ന സമയത്ത് കൂടുതൽ പ്രൊഡക്ഷൻ, അതായത് കൂടുതൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മാക്സിമം വിറ്റ് പോകാൻ വേണ്ടി ശ്രമിക്കുമല്ലേ. കാരണം എന്താണ്, 50 രൂപ ഇന്നലെ ഉണ്ടായിരുന്ന സാധനം 100 രൂപയായിട്ട് ഇന്നും മാറി, ഇരട്ടിയായിട്ട് മാറി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, മാക്സിമം എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലേ. സോ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ സപ്ലൈ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമല്ലേ. ഇന്നലെ വരെ 50 രൂപയ്ക്ക് ഞാൻ വിറ്റുകൊണ്ടിരുന്ന കാര്യം ഇന്നത്തെയാണ്, ഇന്ന് 100 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. സോ ഞാൻ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, എൻ്റെ സപ്ലൈ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും, സപ്ലൈ ഇൻക്രീസ് ചെയ്യാം. ആ ഒരു ലാഭം കിട്ടുന്ന സമയത്ത് എൻ്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും. ബട്ട് ഇത് കൂടി 100 രൂപ നെക്സ്റ്റ് ഡേ 150 രൂപയൊക്കെ ആവുന്ന സമയത്ത് ആളുകൾ എന്ത് ചിന്തിക്കാൻ തുടങ്ങും, ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും ഇതിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്, വളരെ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. സോ ഈ ഒരു അരിക്ക് പകരമായിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം എന്ന രീതിയിൽ ആളുകൾ ചിന്തിച്ച് തുടങ്ങും അല്ലേ. ഈ ഒരു 150 രൂപക്ക് 50 രൂപയുടെ അരി വാങ്ങുന്നതിൽ നല്ലത് ഓൾട്ടർനേറ്റീവായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വാങ്ങാമെന്ന രീതിയിൽ ആളുകൾ ചിന്തിച്ച് തുടങ്ങും അല്ലേ. സോ അവിടെ എന്താണ്, അവിടെ ഡിമാൻഡിലൊരു ഫോള് വരും. ഓക്കെ, അവിടെ ഡിമാൻഡിൽ ഒരു ഫോള് വരും. ഡിമാൻഡിൽ ഫോള് വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്, ആളുകൾ സാധനം വാങ്ങാതെയാവും. ആളുകൾ സാധനം വാങ്ങാതെ ആയിക്കഴിഞ്ഞാൽ എന്താണ്, ഞാൻ സപ്ലൈ നിർബന്ധപൂർവ്വം കുറയ്ക്കേണ്ടി വരും അല്ലേ. ഞാൻ സപ്ലൈ നിർബന്ധപൂർവ്വം കുറയ്ക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രൈസ് മെക്കാനിസം പറയുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്കൊരു റൈസ് ഷോപ്പ് ഉണ്ട്. 50 രൂപയ്ക്കാണ് ഞാൻ അവിടെ റൈസ് ഇന്നലെ വരെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നത് 100 രൂപയായി മാറി. ഞാനെന്ത് ശ്രമിക്കും, എൻ്റെ ഗോഡൗണിലുള്ള പരമാവധി അരിയും ആ ഒരു 100 രൂപയ്ക്ക് വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. അതായത് എൻ്റെ സപ്ലൈ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. ആ ഒരു ലിമിറ്റഡ് ടൈമിൽ സപ്ലൈ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നെക്സ്റ്റ് ഡേ നോക്കുന്ന സമയത്ത് 150 രൂപയായിട്ട് പിന്നെയും കൂടി ആളുകൾ എന്ത് ചെയ്യും, ആളുകൾ വിചാരിക്കും 50 രൂപയ്ക്ക് അരി 50 രൂപയുടെ അരി 150 രൂപയ്ക്ക് വാങ്ങുന്നതിന് പകരം ഓൾട്ടർനേറ്റീവായിട്ടുള്ള മറ്റെന്തെങ്കിലും വാങ്ങാം എന്ന രീതിയിൽ അവർ ചിന്തിക്കാൻ തുടങ്ങും അല്ലേ. അവർ ചിന്തിക്കും അരി വയ്ക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് വാങ്ങിയിട്ട് അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വയ്ക്കാം എന്ന രീതിയിൽ അവർ ചിന്തിച്ച് തുടങ്ങും. ഓൾട്ടർനേറ്റീവ് കാര്യങ്ങളിലേക്ക് അവർ പോകാൻ തുടങ്ങും. സോ അവിടെ എന്താണ്, ഡിമാൻഡ് ഫോളോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അവിടെ ഡിമാൻഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താണ്, ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സപ്ലൈ കുറക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതനായിട്ട് മാറുമല്ലേ. അവിടെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സപ്ലൈ കുറയ്ക്കേണ്ട അവസ്ഥയും വന്നു. ഓക്കെ, നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. വെൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ് ആൻഡ് സർവീസസ് ഇൻക്രീസ്, ഒരു ഗുഡ്സ് ആൻഡ് സർവീസ്, ഏത് ഗുഡ് ആയിക്കോട്ടെ, സാധനങ്ങളായ സേവനങ്ങളായിക്കോട്ടെ, അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ദ പ്രൊഡ്യൂസേഴ്സ് വിൽ ഹാവ് എ ടെൻഡൻസി ടു മേക്ക് പ്രോഫിറ്റ് ത്രൂ ആൻ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. എന്താണ്, പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് എന്താണ് അവർ ആ ഒരു ലിമിറ്റഡ് ടൈമിൽ അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമല്ല. ബട്ട് ആസ് ദ പ്രൈസ് ഇൻക്രീസസ്, പ്രൈസ് 100 രൂപയിൽ 150 രൂപ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, ആളുകൾ ഓൾട്ടർനേറ്റീവ് സാധനങ്ങൾ നോക്കിയിട്ട് പോകും. അപ്പോൾ എന്താണ്, ഡിമാൻഡ് കുറയാൻ തുടങ്ങും അല്ലേ. ആൻഡ് ദസ് പ്രൊഡ്യൂസേഴ്സ് വിൽ ഹാവ് ടു റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ. അവിടെ പ്രൊഡ്യൂസേഴ്സിന് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിർബന്ധിതരായിട്ട് മാറും. ഓക്കെ, ഇനി തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ലൈക്ക് വൈസ് ആസ് എ പ്രൈസ് ഓഫ് എ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോൾ, ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന് പ്രൈസ് കുറയുന്ന സമയത്ത് എന്താണ്,
ദ പ്രൊഡ്യൂസേഴ്സ് ട്രൈ ടു റെഡ്യൂസ് ദ ഔട്ട്പുട്ട്. അതായത് ഞാൻ ഇന്നലെ വരെ 50 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന സാധനത്തിന് ഇന്ന് 25 രൂപയാവുന്ന സമയത്ത് എന്താണ്, ഞാൻ അതിൻ്റെ സപ്ലൈ കുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ നഷ്ടത്തിൽ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കില്ല. ഓക്കെ, അവിടെ ഓൾട്ടർനേറ്റീവായിട്ട് എനിക്ക് എന്ത് രീതിയിൽ ചിന്തിക്കാം? കൂടുതൽ സാധനങ്ങൾ വിറ്റു പോവുകയാണെങ്കിൽ എൻ്റെ ആ ഒരു നഷ്ടം എനിക്ക് ഒരു പരിധി വരെ ഓവർകം ചെയ്യാൻ പറ്റുമല്ലേ. സോ ബട്ട് വിത്ത് ദ ഫോൾ ഇൻ പ്രൈസ്, ഒരു സാധനം 50 രൂപയുടെ സാധനം 25 രൂപയായിട്ട് പ്രൈസ് ഫോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമല്ലോ. ആളുകൾ ആ ഒരു സാധനങ്ങൾ കൂടുതൽ വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. ബട്ട് വിത്ത് ദ ഫോൾ ഇൻ ദ പ്രൈസ് ഡിമാൻഡ് ഇൻക്രീസസ്. പ്രൈസ് കുറയുമ്പോൾ എന്താണ്, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യല്ല. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പം ഇന്നലെ വരെ എൻ്റെ കയ്യിൽ നിന്നും 10 കിലോ അരി വാങ്ങിക്കൊണ്ടുപോയ ആൾ ചിലപ്പോൾ 50 കിലോ അരി വാങ്ങാൻ തുടങ്ങും. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ലാഭം വരുമല്ലേ. ആൻഡ് ദിസ് വിൽ ഇൻഡ്യൂസ് ദ പ്രൊഡ്യൂസേഴ്സ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ. സോ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, സെല്ലർ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് അവിടുന്ന് ലാഭം എടുക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. ഇതാണ് നമ്മുടെ പ്രൈസ് മെക്കാനിസം. നേരത്തെ പറഞ്ഞത് തിരിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രൈസ് മെക്കാനിസം വരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് ഒരു കോമഡിറ്റി അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആസ് എ സെല്ലർ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ എന്ത് ചെയ്യും, കൂടുതൽ സാധനങ്ങൾ വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. എൻ്റെ സപ്ലൈ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. 50 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് ആളുകൾ വാങ്ങാൻ തയ്യാറാണെന്ന് കാണുന്ന സമയത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് കൂടുതൽ വിൽക്കാൻ വേണ്ടി സപ്ലൈ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. ബട്ട് ഈ 100 രൂപയുടെ സാധനം വീണ്ടും പൈസ കൂടിയിട്ട് 150 ആവുന്ന സമയത്ത് ആളുകൾ ചിന്തിക്കും, എന്തിനാണ് 50 രൂപയുടെ സാധനം 150 രൂപ കൊടുത്തിട്ട് വാങ്ങുന്നത്, ഓൾട്ടർനേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം എന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. സോ അവിടെ എന്താണ്, ഡിമാൻഡിൽ ഫോളോ വരും അല്ലേ. ആളുകളുടെ ഡിമാൻഡിൽ ഫോളോ വരും. ഡിമാൻഡിൽ ഫോളോ വന്നു കഴിഞ്ഞാൽ എന്താണ്, ആസ് എ സപ്ലയർ എനിക്കവിടെ അതിനെ സപ്ലൈ കുറയ്ക്കേണ്ടി വരും. വാങ്ങാൻ ആളുകളില്ല. സോ ഞാൻ 50 രൂപയുടെ സാധനം 150 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നില്ല, ഡിമാൻഡ് കുറഞ്ഞു. സോ സപ്ലൈയും കുറഞ്ഞു വരും അല്ലേ. നേരെ തിരിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, താഴോട്ട് 50 രൂപയുടെ സാധനം 25 രൂപയായി കഴിഞ്ഞാൽ ആസ് എ സെല്ലർ ഞാൻ ഒരിക്കലും അതിൻ്റെ സപ്ലൈ കൂട്ടാൻ വേണ്ടി ശ്രമിക്കില്ല. ഞാൻ സപ്ലൈ ഇല്ലാതെ ആളുകൾ വാങ്ങാത്ത രീതിയിൽ പ്രൈസ് കുറഞ്ഞു, അതിൻ്റെ സപ്ലൈ ഞാൻ പരമാവധി കുറക്കാൻ ശ്രമിക്കും. ബട്ട് നേരെ മറിച്ച് എന്താണ്, ആളുകൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടല്ലേ, 50 രൂപയുടെ സാധനം 50% ഡിസ്കൗണ്ട് 25 rupees എന്ന് പറയുന്ന സമയത്ത് എന്താണ്, അതിന് ഡിമാൻഡ് വർദ്ധിക്കാൻ തുടങ്ങും. ചിലപ്പോൾ അതിന് ഡിമാൻഡ് വർദ്ധിക്കും. എന്താണ്, ഇന്നലെ വരെ 10 കിലോ അരി വാങ്ങിയിട്ട് പോയ ആളുകൾ ഇന്ന് ചിലപ്പോൾ 50 കിലോ അരി വാങ്ങാൻ തുടങ്ങും അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ സപ്ലൈ അവിടെ കൂട്ടാനും ശ്രമിക്കും. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് ലോ സപ്ലൈ കൂടെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ മലയാളത്തിലേക്ക് വരാം. ഓക്കെ, ആദ്യം ലോ ഓഫ് ഡിമാൻഡ് ആവശ്യമാണ് നമ്മൾ പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് ആൽഫ്രഡ് മാർഷലാണ്. നോട്ട് ചെയ്യണം. ഈ ഒരു ലോ ഓഫ് ഡിമാൻഡും ലോ സപ്ലൈയും നമ്മുടെ SCERT പറയുന്നില്ല, ബട്ട് ഇത് നമ്മുടെ SCERT പറയുന്ന കാര്യമാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെങ്കിൽ നിങ്ങളുടെ ലോ ഓഫ് ഡിമാൻഡും ലോ ഓഫ് സപ്ലൈയും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആൽഫ്രഡ് മാർഷലാണ്. ഓക്കെ, ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആൽഫ്രഡ് മാർഷലാണ്. ദ ലോ ഓഫ് ഡിമാൻഡ് റിഗാർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ബേസിക് കൺസെപ്റ്റ് ദാറ്റ് ആർ ബീങ് സ്റ്റഡിഡ് ഇൻ ദ ഫീൽഡ് ഓഫ് എക്കണോമിക്സിൻ്റെ ഫീൽഡിൽ നമ്മൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു കൺസെപ്റ്റ് കൂടിയാണ് ലോ ഓഫ് ഡിമാൻഡ്. സോ വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ദ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ഡിമാൻഡ് പെർ പീരീഡ് റിലേറ്റ്സ് ഇൻവേഴ്സ്ലി ടു ഇറ്റ്സ് പ്രൈസ്, അതർ തിങ്സ് ബീങ് കോൺസ്റ്റന്റ്. എന്താണ്, മറ്റു കാര്യങ്ങൾ നമ്മുടെ ടേസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ മണി അതൊക്കെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് പ്രയോറിറ്റി അതൊക്കെ കോൺസ്റ്റൻ്റ് ആക്കി നമ്മൾ ഏതൊരു സാധനം വാങ്ങുന്ന സമയത്ത്, അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഏതൊരു സാധനം വാങ്ങുന്ന സമയത്തും നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ നോക്കും അല്ലേ. ഇപ്പം ഞാനൊരു കാറ് വാങ്ങുന്നു, എൻ്റെ ടേസ്റ്റ് ഒരു XUV ആണെന്ന് വിചാരിക്കണം. എൻ്റെ ടേസ്റ്റ് ഒരു SUV കാറാണെങ്കിൽ ആ ഒരു കാറിനാണ് ഞാൻ നോക്കുക അല്ലേ. സെഡാൻ മോഡലിനോ അല്ലെങ്കിൽ ഹാച്ച് ബാക്കിനോ ഞാൻ നോക്കാൻ ശ്രമിക്കില്ല. ഞാൻ SUV കാറിനാണ്, എൻ്റെ ടേസ്റ്റ് അതാണെങ്കിൽ അത് നോക്കും. അതുപോലെ തന്നെ എൻ്റെ ബഡ്ജറ്റിൽ വരുന്ന കാര്യമാണ്. അങ്ങനെ കുറച്ച് വേരിയബിൾസ് വരുന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള നമ്മുടെ ടേസ്റ്റ് പ്രയോറിറ്റി അതുപോലെ തന്നെ അഫോർഡബിൾ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റിയുടെ പ്രൈസ് കൂടുമ്പോൾ നമ്മളെപ്പോഴും ഫസ്റ്റ് പ്രൈസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയണം. ഇംഗ്ലീഷിൽ ചെയ്യുന്നതുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. എപ്പോഴും നമ്മൾ ഈ ഒരു ലോ പറയുമ്പോൾ പ്രൈസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആദ്യം നമ്മൾ പ്രൈസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയണം. തിരിച്ചു പറഞ്ഞാൽ ലോ എററാണ്. എപ്പോഴും പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. പ്രൈസ് കുറയുമ്പം ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പം ഡിമാൻഡ് കുറയും. ഓക്കെ, പ്രൈസിൻ്റെ പോയിന്റ് അല്ലാതെ ഡിമാൻഡ് കൂടുമ്പം പ്രൈസ് കുറയും, ഡിമാൻഡ് കുറയുമ്പം പ്രൈസ് കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എററാണ്. ഓക്കെ, ഈ ഒരു ലോ തന്നെ എററാണ്. ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് തന്നെ തെറ്റാണ്. ഡിമാൻഡ് കൂടുമ്പം പ്രൈസ് കുറയും, ഡിമാൻഡ് കുറയുമ്പം പ്രൈസ് കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, നമുക്ക് ചിന്തിക്കാൻ പറ്റും ഏതൊരു സാധനത്തിൻ്റെയും
പ്രൈസ് കുറയുന്ന സമയത്ത് ഏതൊരു സാധനത്തിൻ്റെയും പ്രൈസ് കുറയുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഡിമാൻഡ് കൂടുക അല്ലേ. അതായത് 1,00,000 രൂപയ്ക്ക് കൊടുത്ത ഐഫോണ് 50,000 രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഐഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമല്ലേ. സോ ഐഫോണിൻ്റെ പ്രൈസ് കുറഞ്ഞു, ഐഫോണിൻ്റെ ഡിമാൻഡ് കൂടി. ഇനി എന്താണ് പ്രൈസ് കൂടുമ്പോൾ എന്താണ് ഡിമാൻഡ് കുറയും. അതായത് 1,00,000 രൂപയ്ക്ക് കൊടുത്ത ഐഫോൺ 1,50,000 രൂപയായി എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഡിമാൻഡ് കുറയും അല്ലെ. ആളുകൾ ഡിമാൻഡ് കുറയാനും തുടങ്ങും. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ഡിമാൻഡ് പെർ പീരീഡ് റിലേറ്റ്സ് ഇൻവേഴ്സ്ലി ടു ഇറ്റ്സ് പ്രൈസ് അതർ തിങ്സ് കോൺസ്റ്റന്റ്. മറ്റു കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ടേസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ അഫോർഡബിലിറ്റി ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പം ഡിമാൻഡ് കുറയും. തിരിച്ചൊരിക്കലും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡ് തെറ്റാണ്. ഓക്കെ, ദ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ഡിമാൻഡ് പെർ പീരീഡ് റിലേറ്റ്സ് ഇൻവേഴ്സ്ലി ടു ഇറ്റ്സ് പ്രൈസ് അതർ തിങ് constant. In simple words, with an increase in price, the demand decreases, and with decrease in price, demand increases. ഇതാണ് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ലോ ഓഫ് സപ്ലൈയും മനസ്സിലാവും. ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ എപ്പം പറയുമ്പോൾ ഒരു ബയറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐഫോണിൻ്റെ കാര്യമല്ല, ആസ് എ ബയർ, ഞാനൊരു ബയർ എന്ന രീതിയിൽ ഐഫോൺ 1,00,000 രൂപയുണ്ടായിരുന്ന ഐഫോൺ 50,000 രൂപയായ സമയത്ത് ഞാനത് എന്ത് ചെയ്യും, വാങ്ങാൻ വേണ്ടി ഡിമാൻഡ് കൂടുമല്ല. ആസ് എ ബയർ ഡിമാൻഡ് കൂടും. നേരെ മറിച്ച് 1,00,000 രൂപയുടെ ഐഫോണ് 1,50,000 രൂപയാകുന്ന സമയത്ത് ആസ് എ ബയർ എന്താണ് എൻ്റെ ഡിമാൻഡ് കുറയും. ഓക്കെ, ബയറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എപ്പോഴും ചിന്തിക്കണം. ഇനി ലോ സപ്ലൈ പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും സെല്ലറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കണം. അതായത് ഒരു സാധനത്തിൻ്റെ പ്രൈസ് കൂടുന്നെന്ന് വിചാരിക്കണം. ഓക്കെ, ഒരു സാധനത്തിൻ്റെ പ്രൈസ് കൂടുമ്പോൾ സെല്ലർ ആസ് എ സെല്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. ഒരിക്കലും 50 രൂപ ഉണ്ടായിരുന്ന സാധനം 100 രൂപ ആവുന്ന സമയത്ത് നമ്മൾ ഇതുവരെ 10 എണ്ണം വിറ്റെങ്കിൽ അത് 5 എണ്ണമായിട്ട് കുറക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കില്ല. അത് 10 എണ്ണം വിറ്റത് 20 എണ്ണം ആക്കിയിട്ട് ലാഭത്തിൽ വിൽക്കാൻ വേണ്ടി മാത്രമേ ആ ഒരു സെല്ലർ ശ്രമിക്കൂ. ഓക്കെ, പ്രൈസ് കൂടുമ്പോൾ എന്താണ് സപ്ലൈ കൂട്ടാൻ ശ്രമിക്കും. പ്രൈസ് അതായത് 100 രൂപ ഉണ്ടായിരുന്ന സാധനത്തിന് 50 രൂപയായ സമയത്ത് നമ്മൾ എന്താണ് സപ്ലൈയും കുറക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. സോ ഇവിടെ എന്താണ് നേരത്തെ നമ്മൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിൽ പറഞ്ഞെങ്കിൽ ഡിമാൻഡും അതുപോലെ പ്രൈസും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിൽ പറഞ്ഞെങ്കിൽ പ്രൈസും സപ്ലൈ എങ്ങനെയാണ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണല്ലേ. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പ്രൈസ് പറയണം. പ്രൈസ് കൂടുമ്പം സപ്ലൈ കൂടും, പ്രൈസ് കുറയുമ്പം സപ്ലൈ കുറയുമെന്ന് പറയണം. നേരെ മറിച്ച് സപ്ലൈ കൂടുമ്പം പ്രൈസ് കൂടും, സപ്ലൈ കുറയുമ്പം പ്രൈസ് കുറയും എന്ന് പറഞ്ഞാൽ ലോ ഓഫ് സപ്ലൈ തെറ്റാണ്. ലോ ഓഫ് സപ്ലൈ തെറ്റാണ്. ആ ഒരു ലോ തന്നെ എററായിട്ട് മാറും. ഓക്കെ, ദ ലോ ഓഫ് സപ്ലൈ സ്റ്റേറ്റ് ദാറ്റ് ഇഫ് ഓൾ അതർ ഫാക്ടേഴ്സ് ആർ ഈക്വൽ, നമ്മുടെ ടേസ്റ്റ്, പ്രയോറിറ്റി, ക്വാണ്ടിറ്റി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈക്വലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ദ സപ്ലൈ ഓഫ് എ ഗുഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു ദ പ്രൈസ് ഓഫ് ദ ഗുഡ്. ഓക്കെ, അതായത് പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയും അല്ലേ. ദ സപ്ലൈ ഓഫ് എ ഗുഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രൈസ് ഓഫ് ദ ഗുഡ്. ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ടാണ് തിരിച്ചു പറയുന്നത്. എപ്പോൾ നമ്മൾ പ്രൈസ് കൂടുമ്പം സപ്ലൈ കൂടും, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയും, അങ്ങനെ മാത്രം നമ്മൾ പറയാൻ പാടുള്ളൂ. സപ്ലൈ ഹാസ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് പ്രൈസ്. എന്താണ് സപ്ലൈക്ക് പ്രൈസുമായിട്ട് പോസിറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത് അല്ലേ. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കണം. ഓൾ അതർ ഫാക്ടേഴ്സ് ബീങ് ഈക്വൽ ആസ് എ പ്രൈസ് ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഇൻക്രീസസ്. പ്രൈസ് കൂടുന്ന സമയത്ത് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് സപ്ലൈസ് ഓഫേഴ്സ് വിൽ ഇൻക്രീസ്. അതായത് സപ്ലൈസ് കൊടുക്കുന്ന ക്വാണ്ടിറ്റി കൂടാൻ തുടങ്ങും അല്ലേ. അതിപ്പം ഗുഡായാലും സർവീസ് ആയാലും ക്വാണ്ടിറ്റി കൂടാൻ തുടങ്ങും. ആൻഡ് വൈസ് വേഴ്സ പ്രൈസ് കുറയുമ്പം ആ ഒരു ക്വാണ്ടിറ്റിയും കുറക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. ദ ലോ സപ്ലൈ സേസ് ദാറ്റ് ആസ് എ പ്രൈസ് ഓഫ് എൻ ഐറ്റം ഗോസ് അപ്പ് സപ്ലൈസ് വിൽ അറ്റംപ്റ്റ് ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്. അതായത് പ്രൈസ് കൂടുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ ബൈ ഇൻക്രീസിങ് ദ ക്വാണ്ടിറ്റി ഓഫേർഡ് ഫോർ സെയിൽ. അതായത് ഒരു ഐഫോണിന് 50,000 രൂപ ഉണ്ടായിരുന്ന ഐഫോണിന് 1,00,000 രൂപയാണെന്ന് വിചാരിക്കണം. ഓക്കെ, 1,00,000 രൂപയാണെന്ന് വിചാരിക്കണം. ഇതുവരെ ഞാൻ മാർക്കറ്റിൽ 100 ഐഫോൺ കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ 1,00,000 രൂപയാകുന്ന സമയത്ത് അത് 200 വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ഒരു പരിധി കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് കുറയല്ല. അതിന് മുൻപ് തന്നെ എനിക്ക് എന്ത് വേണം, എനിക്കിതിൻ്റെ ലാഭം എടുക്കണം. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, ഈ ഒരു കാര്യങ്ങളാണ് ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് നമുക്ക് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ വന്ന കാര്യത്തിൻ്റെ മലയാളത്തിലേക്ക് വരാം. ഓക്കെ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുമ്പോൾ എന്താണ് പ്രൈസ് കൂടിയല്ല, വില വർദ്ധിപ്പിക്കുമ്പോൾ സംരംഭകർ എന്ത് ചെയ്യും, ഉൽപ്പാദനം സപ്ലൈ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ല. ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ എന്താ അവസ്ഥ, പ്രൈസ് കൂടുമ്പോൾ പൊതുവെ ആവശ്യക്കാർ അതായത് ഡിമാൻഡ് കുറയല്ല. ഡിമാൻഡ് കുറയുമ്പോൾ എന്താണ് സംരംഭകർക്ക് ഉൽപ്പാദനം സപ്ലൈ കുറയ്ക്കേണ്ടി വരികയും ചെയ്യുന്നു. മനസ്സിലായല്ലോ. സേവനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ സംരംഭകർ എന്ത് ചെയ്യും, ഉൽപ്പാദനം സപ്ലൈ വർദ്ധിപ്പിക്കുമല്ലോ. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വന്നു അല്ലേ, കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്നാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ എന്താണ്
പൊതുവെ ആവശ്യക്കാർ കുറഞ്ഞു വരും അല്ലേ, ആവശ്യക്കാർ ഡിമാൻഡ് കുറയും അല്ലേ, സംരംഭർക്ക് ഉൽപ്പാദന സപ്ലൈ കുറയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ സാധനങ്ങളുടെയും സേവനങ്ങളുടെ വില കുറഞ്ഞു, പ്രൈസ് കുറയുന്നു. സംരംഭകർ എന്ത് ചെയ്യും? ഉൽപ്പാദനം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമല്ല. 100 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന സാധനം 50 രൂപയാകുന്ന സമയത്ത് കൂടുതൽ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ശ്രമിക്കില്ല. അവരവിടെ പൈസ കൂടുന്നവരെ അവിടെ സ്റ്റോക്ക് വയ്ക്കാൻ ശ്രമിക്കും. എന്നാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്ന സമയത്ത് എന്താണ്? 100 രൂപയുടെ സാധനം 50 രൂപയ്ക്ക് കിട്ടുമെന്ന് അറിയുമ്പം ഡിമാൻഡ് കൂടും, ആവശ്യക്കാർ കൂടും. ആ സമയത്ത് സംരംഭകർ എന്ത് ചെയ്യും? ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിർബന്ധിതരാകുകയും ചെയ്യും അല്ലേ. അതുവരെ എൻ്റെ കയ്യിൽ നിന്നും ഒരു മാസം 10 പ്രൊഡക്റ്റ് പോയിട്ട് ചിലപ്പോൾ അത് 100 പ്രൊഡക്റ്റായിട്ട് മാറാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ടല്ലേ. പ്രൈസ് കുറയുമ്പം കൂടുതൽ ആളുകൾ കൂടുതൽ സാധനം വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ വിലയിലെ ഏറ്റക്കുറിച്ചിലുകൾ ഉൽപ്പാദകരെയും ആവശ്യക്കാരെയും സ്വാധീനിക്കുന്നതിൻ്റെ ഫലമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യത നിയന്ത്രിക്കപ്പെടുന്നതാണ് വില സംവിധാനം, നമ്മുടെ പ്രൈസ് മെക്കാനിസം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ഇങ്ങനെ വിലയിലെ ഏറ്റക്കുറിച്ചിലല്ലേ, പ്രൈസിൽ വരുന്ന വ്യത്യാസം ഡിമാൻഡിനെയും സപ്ലൈയും എങ്ങനെ ബാധിക്കുന്നു എന്ന് ലോ ഓഫ് ഡിമാൻഡും ലോ ഓഫ് സപ്ലൈയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉൽപ്പാദകരെയും ആവശ്യക്കാരെയും സ്വാധീനിക്കുന്നതിൻ്റെ ഫലമായിട്ട് സാധനങ്ങളുടെ സേവനങ്ങളുടെ ലഭ്യത നിയന്ത്രിക്കപ്പെടും അല്ലേ. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന് ഐഫോണിന് നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ മാറും, അതിൻ്റെ സപ്ലൈയും മാറും, ആ രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ. സോ ആ ഒരു കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കണം. ഇത്രയുമാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, മെനി ഫീച്ചേഴ്സ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ക്രിയേറ്റ് സെർട്ടൈൻ പ്രോബ്ലം ആസ് വെൽ. അതായത് നമ്മൾ ഈ പറഞ്ഞ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പല പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു ലീഗൽ ഹെയർസ് ആൻഡ് ദ റൈറ്റ് ടു ഓണർഷിപ്പ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി റിസൾട്ട് ഇൻ അക്യുമുലേഷൻ ഓഫ് വെൽത്ത് ഇൻ ഹാൻഡ്സ് ഓഫ് യു. അതായത് കുറച്ച് പേര് അവിടെ ചിലപ്പോൾ ടോട്ടലിൻ്റെ ഒരു 40% ആളുകളായിരിക്കും വളരെ വലിയ ധനികരായിട്ട് വരുന്നത്. ഈ ഒരു 40% കാര്യം എന്താണ്? അവരുടെ ഫസ്റ്റ് ജനറേഷനിൽ നിന്നും സെക്കൻഡ് ജനറേഷനിലേക്ക് ഈ ഒരു സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടും, തേർഡ് ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ അവരുടെ ജനറേഷനായിട്ട് ഈ ഒരു 40% സ്വത്ത് ഇങ്ങനെ കൈമാറ്റം ചെയ്തു വരുമല്ലോ ആ ഒരു എക്കണോമിയിൽ. സോ എപ്പോഴും സ്വത്ത് ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ മാത്രം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതെന്തിലേക്ക് നയിക്കും? എക്കണോമിക് ഡിസ്പാരിറ്റിയിലേക്ക് നയിക്കും അല്ലെ, സാമ്പത്തിക അസമത്വത്തിലേക്ക് ഇത് നയിക്കും. ദ സോഷ്യലിസ്റ്റ് എക്കണോമി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ഓർഡർ ടു ഓവർകം ദീസ് ഡ്രോബാക്ക്. ഈ ഒരു പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കണോമി കടന്ന് വരുന്നത്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. സോ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞു, ലോ ഓഫ് സപ്ലൈ പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിലായാലും അല്ലെങ്കിൽ അക്കാഡമീസിൻ്റെ ഗ്രൂപ്പിലായാലും നമ്മുടെ ആപ്പിലായാലും ചോദിക്കാവുന്നതാണ്. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി ഞാൻ റെസ്പോൺസിബിൾ ആണ്. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണെങ്കിലോ അല്ലെങ്കിൽ വീണ്ടും ആർക്കും മനസ്സിലായില്ല, മെജോറിറ്റിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ റെസ്പോൺസിബിൾ ആണ്. ബട്ട് അത്രത്തോളം മനസ്സിലാക്കാനൊന്നുമില്ല, കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എക്കണോമി അഥവാ സമ്പദ് വ്യവസ്ഥയിലേക്ക് പോവാം. ഏതാണ്? സോഷ്യലിസ്റ്റ് എക്കണോമിയാണ് അല്ലേ. സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്ന സമയത്ത് തന്നെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ ക്യാപിറ്റലിസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് പ്ലേയേഴ്സ് ആണെങ്കിൽ ഇവിടെ ആരാണ്? കംപ്ലീറ്റ് ആയിട്ട് പബ്ലിക് സെക്ടറാണല്ലേ. ചൈന, ക്യൂബ പോലെയുള്ള രാജ്യങ്ങളാണ്. അവിടെ ഒരു സെൻട്രലൈസ്ഡ് പ്ലാനിങ് ഉണ്ടാവും. ആ ഒരു രാജ്യത്തെ മെജോറിറ്റിക്ക് എന്താണോ ആവശ്യം, നോട്ട് ചെയ്യണം, രാജ്യത്തെ മെജോറിറ്റിക്ക് എന്താണോ ആവശ്യം ആ ഒരു ആവശ്യമാണ് രാജ്യം എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പ്ലേയേഴ്സിന് ഇവിടെ അത്രത്തോളം റോളില്ല. പ്രൈവറ്റ് പ്ലേയേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കോമ്പറ്റീഷനും വരുന്നില്ല അല്ലേ. പ്രൈവറ്റ് പ്ലേയേഴ്സ് ഉണ്ടായാൽ മാത്രമേ അവിടെ വളരെ വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ വരുന്നുള്ളൂ. ഇവിടെ ഗവൺമെൻറ് തീരുമാനിക്കും എന്ത് ആ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അത് എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന്. സോ പ്രൈവറ്റ് പ്ലേയേഴ്സ് വന്നിട്ടും കാര്യമില്ല, അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റില്ല, വിൽക്കാനും പറ്റില്ല അല്ലേ. സോഷ്യലിസ്റ്റ് എക്കണോമി ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ബൈ ദ പബ്ലിക് സെക്ടർ. അതായത് ഒരു സെൻട്രലൈസ്ഡ് ഏജൻസി, ഗവൺമെൻറ് എന്ന് പറയും, അവർ ഏജൻസി അവിടെ ഉണ്ടാവും. ദിസ് എക്കണോമിക് സിസ്റ്റം വർക്ക്സ് ഓൺ സെൻട്രലൈസ്ഡ് പ്ലാനിങ് അല്ലേ. ഒരു സെൻട്രലൈസ്ഡ് ഏജൻസി, സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാവും, അവർ പ്ലാൻ ചെയ്യും എന്ത് വേണമെന്ന്. ഇറ്റ് ഈസ് ത്രൂ ദ പ്ലാനിങ് ദാറ്റ് ദ ബേസിക് പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി ആർ സോൾവ്ഡ് ബൈ ദ സോഷ്യലിസ്റ്റ് എക്കണോമി. ഇവിടെ ബെനിഫിറ്റ് ആർക്കാണ്? പാവപ്പെട്ടവർക്കാണ് ബെനിഫിറ്റ് അല്ലേ. സോ അവരെ കൂടെ ഇവിടെ കാര്യത്തിലെടുക്കും.
ഇതുവരെ നമ്മുടെ ക്യാപിറ്റൽ എക്കണോമിയിൽ 50 രൂപയ്ക്ക് അരി വിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം 50 രൂപ കിട്ടുന്ന ആളുകൾക്ക് ആ ഒരു അരി മാത്രം വാങ്ങി ജീവിക്കാൻ പറ്റില്ലല്ലേ. സോ അവരെ കൂടെ പരിഗണിച്ചിട്ട് സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് അരി കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് അരി നൽകും. ആ രീതിയിലാണ് സോഷ്യലിസ്റ്റ് എക്കണോമി മുന്നോട്ടേക്ക് പോകുന്നത്. പ്ലാനിങ് റിഗാർഡിങ് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആൻഡ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് ഇസ് ഡൺ, എൻഷുർ സോഷ്യൽ വെൽഫെയർ. ആ ഒരു സോഷ്യൽ വെൽഫെയറിന് ഉതകുന്ന രീതിയിലായിരിക്കും ഈ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലാതെ മെജോറിറ്റി നോക്കിയിട്ടല്ല. അതായത് ആർക്ക് എന്ത് വാങ്ങാൻ പറ്റും, നമ്മുടെ പർച്ചേസിങ് പവർ നോക്കിയിട്ടല്ല ഒരിക്കലും സോഷ്യലിസ്റ്റ് എക്കണോമിയിലെ പ്രൊഡക്ഷൻ ഒന്നും വരുന്നത്. ആ ഒരു എക്കണോമിയിലെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, അവർക്ക് അരിയാണോ ബേസിക്കായിട്ട് വരുന്ന അരിയാണോ ആവശ്യം, അത് ലഭ്യമാക്കുന്നതായിരിക്കും. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്കോർഡിംഗ്ലി. ആ ഒരു സോഷ്യൽ വെൽഫെയറിന് ഉതകുന്ന രീതിയിലുള്ള പ്രൊഡക്ഷനാണ്, ഡിസ്ട്രിബ്യൂഷനാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ദ അമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് റിക്വയർഡ് ഫോർ ദ സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് പ്രൊട്ടക്ഷൻ ഈസ് ഡൺ അക്കോർഡിംഗ്ലി. അതായത് ആ ഒരു സൊസൈറ്റി, മെജോറിറ്റി സൊസൈറ്റിക്ക് എന്താണ് ആവശ്യം, അവർക്ക് അരിയാണ് ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ വെള്ളമാണ് ആവശ്യമെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പ്രൈസ് മെക്കാനിസം ഡസ് നോട്ട് ഹാവ് എനി റോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഉണ്ടല്ലോ, ഞാൻ ആ പറഞ്ഞ ലോ സപ്ലൈ, ലോ ആൻഡ് ഡിമാൻഡ് ഒന്നും ഇവിടെ ഒരു റോളും ഇല്ല. ഇവിടെ പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടണമെന്നോ, അല്ലെങ്കിൽ ഡിമാൻഡ് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയണമെന്നോ, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടണമെന്നോ യാതൊരുവിധ നിർബന്ധവും ഇവിടെയില്ല. കാരണം എന്താണ്, ഗവൺമെൻറ് തീരുമാനിക്കും. അവിടെ പ്രൈസിനും ഡിമാൻഡിനൊന്നും ഒരു കാര്യവുമില്ല. ഗവൺമെൻറ് പറയും ഇത്ര രൂപയ്ക്ക് ഇത്ര സാധനം തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഫൈനലാണ്. പ്രൈസ് മെക്കാനിസം ഡസ് നോട്ട് ഹാവ് എനി റോൾ ഇൻ ദ സോഷ്യലിസ്റ്റ് എക്കണോമി ആസ് ദ പ്രൈസ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ്. ഇത്രയാണ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പ്രൈസാണ്. 2 രൂപയ്ക്ക് അരി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പ്രീ ഡിറ്റർമൈൻഡ് ആണ്. അല്ലാതെ ഇന്ന് 30 രൂപയ്ക്ക് അരി കിട്ടി, നാളെ 50 രൂപയ്ക്ക് അരി, മറ്റന്നാൾ 100 രൂപയ്ക്ക് അരി എന്ന രീതിയിലുള്ള കാര്യമല്ല ഇവിടെ വരുന്നത്. ഇവിടെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പ്രൈസ് വരും. ആ ഒരു പ്രൈസിന് സാധനങ്ങൾ വിൽക്കും. ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് വെൽത്ത് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് ടു ലീഗൽ ഹെയർ പീപ്പിൾ ആർ ലെസ് ലൈക്ലി ടു വർക്ക് ഹാർഡ്. ഇവിടെ എന്താണ്, നമുക്കൊന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് സമ്പാദനം ഒരു പരിധി വരെ റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി മടിക്കുമല്ല. നല്ല കോമ്പറ്റീഷൻ, ക്യാപിറ്റൽ എക്കണോമി പോലെ തന്നെ നല്ല കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രോഫിറ്റ്, സ്വന്തം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇവിടെ സ്വന്തം പ്രോഫിറ്റ് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ മടിയന്മാരായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. മോർ ഓഫ് ദ കൺസ്യൂമേഴ്സ് ഹാവ് ഓൺലി എ ലിമിറ്റഡ് ചോയ്സ് ഓഫ് പ്രൊഡക്റ്റ്. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ നമുക്ക് ഒരു 100 വെറൈറ്റി ഓഫ് ഫോൺസ് അവൈലബിൾ ആണ്. ഓക്കെ, ആപ്പിൾ, സാംസങ്, OnePlus, റിയൽമി, റെഡ്മി, അതുപോലെയുള്ള 100 വെറൈറ്റി ഓഫ് മൊബൈൽസ് അവൈലബിൾ ആണെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഗവൺമെൻറ് ഇറക്കുന്ന 1-2 ബ്രാൻഡ്സ് മാത്രമായിരിക്കും മൊബൈൽ നമുക്ക് ലഭ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സും എടുത്തു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇറക്കുന്ന 1-2 കമ്പ്യൂട്ടർ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ട് വരുന്നത്. സോ നമുക്ക് എന്താണ്, ലിമിറ്റഡ് ചോയ്സ് ഓഫ് പ്രൊഡക്ട്സ് അല്ല, നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് ഒരു പരിധി വരെ ഈ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ഒരു തിരിച്ചടി എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമല്ലേ. ഓക്കെ, സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ സോഷ്യലിസത്തിൽ പരിഹരിക്കപ്പെടുന്നത് ആസൂത്രണത്തിലൂടെയാണ്. നമ്മൾ പറഞ്ഞല്ലോ, പ്ലാനിങ്ങിലൂടെയാണ് ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നെല്ലാം ആസൂത്രണം ചെയ്ത് ജനക്ഷേമം, ഇതാണ് ഹൈലൈറ്റഡ്, ജനക്ഷേമം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും നടത്തുന്നു. ആര് നടത്തുന്നു, ആ ഒരു സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ആ ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്. രാജ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് കണ്ടെത്തി അതിനനുസരിച്ച് ഉൽപ്പാദനം നിയന്ത്രിക്കുന്നു. എന്താണോ രാജ്യത്തിന് ആവശ്യം അതിനനുസരിച്ചുള്ള ഉൽപ്പാദനം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. എക്സസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും, വേസ്റ്റ് ആക്കാനുള്ള കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല. വില മുൻകൂട്ടി നിശ്ചയിക്കുന്നതിനാൽ വില സംവിധാനം, നമ്മുടെ നേരത്തെ പറഞ്ഞ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഫീച്ചറായിട്ടുള്ള പ്രൈസ് മെക്കാനിസം അഥവാ വില സംവിധാനത്തിന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രാധാന്യം വരുന്നില്ല അല്ലേ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമല്ല. എല്ലാ മേഖലകളിലും മുതൽ മുടക്കാനുള്ള സാമ്പത്തിക ശേഷി പൊതുമേഖലയ്ക്ക് കുറവായിരിക്കും. അതായത് അവരുടെ ഫണ്ട് അവർ കൂടുതലായിട്ട് സോഷ്യൽ വെൽഫെയറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഒരുപോലെ, നമ്മൾ ഈ പറഞ്ഞതുപോലെ 100 വെറൈറ്റി ഓഫ് മൊബൈൽസ് ഇറക്കാനുള്ള ഫണ്ടൊന്നും ഗവൺമെൻറ് കയ്യിൽ ഉണ്ടാവില്ല. ഇതെന്താണ്, സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കുമല്ല. മറ്റ് രാജ്യങ്ങളിൽ വെറൈറ്റി ഓഫ് സാധനങ്ങൾ വരുന്നു, ആളുകൾ കൂടുതൽ വാങ്ങുന്നു. സോ ആളുകൾ എന്ത് ചെയ്യും, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലേ. പ്രതികൂലമായിട്ട് സാമ്പത്തിക വളർച്ചയെ ബാധിക്കും. സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയും ഇല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾ
കൂടുതൽ അധ്വാനിക്കാനുള്ള താല്പര്യം കാണിക്കണമെന്നില്ല. കാരണം എന്താണ്, നമുക്കൊന്നും സമ്പാദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് സമ്പാദ്യം നമുക്ക് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മടിയന്മാരായിട്ട് മാറും. കമ്പോളത്തിൽ ഉപഭോക്താവിന് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും കുറവായിരിക്കും. കാരണം ഉൽപ്പന്നങ്ങൾ ലഭ്യമായിരിക്കില്ല. ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 1-2 വെറൈറ്റി മാത്രമേ അവിടെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വെറൈറ്റി നമുക്ക് ലഭ്യമാവില്ല. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആക്ടിവിറ്റീസ് എയിംഡ് അറ്റ് സോഷ്യൽ വെൽഫെയർ, അതായത് ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമായിരിക്കും എപ്പോഴും സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ നടക്കുന്നത്. ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് ഓൺടർപ്രണേഴ്സ്, സ്വകാര്യ സംരംഭകരുടെ അഭാവം ഇവിടെ ഉണ്ടാവും അല്ലേ. ഇവിടെ ഗവൺമെൻറ് ആണ് കീ പ്ലെയർ. ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് വെൽത്ത് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് ടു ലീഗൽ ഹെയർ, സ്വകാര്യ സ്വത്തവകാശം ഇവിടെ വരുന്നില്ല. പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയൊന്നും ഇവിടെ വരുന്നില്ല അല്ലേ. സോ അതുകൊണ്ട് തന്നെ എന്താണ്, എക്കണോമിക് ഈക്വാലിറ്റി ഉണ്ടാവും. സാമ്പത്തിക സമത്വം, അസമത്വമല്ല സാമ്പത്തിക സമത്വം ഇവിടെ ഉണ്ടാകുന്നുണ്ടല്ലേ. എല്ലാവരെയും ഒരുപോലെ ഗവൺമെൻറ് കണ്ട് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രയുമാണ് നമുക്ക് സോഷ്യലിസ്റ്റ് എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്താണ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞു, അതിൻ്റെ സെൻട്രലൈസ്ഡ് പ്ലാനിങ് നമ്മൾ പറഞ്ഞു, പ്രൈസ് മെക്കാനിസം ഇവിടെ ഒരു റോളും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയാണ് നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ മിക്സഡ് എക്കണോമി, അതായത് മിക്സഡ് എക്കണോമി പേര് തന്നെ ഉണ്ടല്ലേ. എന്താണ്, സോഷ്യലിസം പ്ലസ് ക്യാപിറ്റലിസം രണ്ടിൻ്റെയും ഫൈനൽ റിസൾട്ട് എന്ന രീതിയിലാണ് മിക്സഡ്. സോഷ്യലിസം പ്ലസ് ക്യാപിറ്റലിസത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന എക്കണോമിയാണ് മിക്സഡ് എക്കണോമി. മിക്സഡ് എക്കണോമി ഇസ് ദ എക്കണോമി ദാറ്റ് ഹാസ് സർട്ടൻ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ദ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആൻഡ് സോഷ്യലിസ്റ്റ് എക്കണോമി. ഇതിന് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഫീച്ചേഴ്സും കാണാൻ പറ്റും, സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഫീച്ചേഴ്സും കാണാൻ പറ്റും. അതായത് നമുക്ക് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പൈസക്കൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും ഒരു പരിധി വരെ. ബട്ട് എങ്കിൽ പോലും ഗവൺമെൻറ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുമല്ല. പ്രൈസൊക്കെ ഒരു പരിധിക്ക് മേലെ പോകുമ്പോൾ ഗവൺമെൻറ് ഇത് ചെയ്യും, അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് പ്രൈസ് കുറക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ഇന്ത്യ ഹാസ് അഡോപ്റ്റഡ് മിക്സഡ് എക്കണോമി ചോദിച്ചിട്ടുണ്ട് പല തവണ. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏത് രീതിയിലുള്ളതാണെന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഏതാണ്, മിക്സഡ് എക്കണോമിയാണല്ലേ. ഇന്ത്യ ഹാസ് അഡോപ്റ്റഡ് മിക്സഡ് എക്കണോമി. Pure form of capitalist or socialist economies cannot be seen anywhere today. ഇന്നത്തെ ഈ ഒരു സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് ഒരു സ്ഥലത്ത് പോലും കംപ്ലീറ്റ് 100% അല്ലെങ്കിൽ റിയൽ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്കണോമി എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും മിക്സഡ് എക്കണോമി എന്ന രീതിയിലാണ് ഒരു പരിധി വരെ പോകുന്നത്. There is government intervention in capitalist economy like those in the UK and USA. അതായത് അമേരിക്കയും ബ്രിട്ടനൊക്കെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമീസ് ആണ്. ബട്ട് അവിടെ ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടല്ലേ. അതൊക്കെ ഒരു പരിധി കടന്നു പോകുന്ന സമയത്ത് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യും. ഗവൺമെൻറ് പറയും മാർക്കറ്റിൽ ഒരു പരിധി കഴിഞ്ഞിട്ട് വില നിലവാരമൊക്കെ പോകുന്ന സമയത്ത് ഗവൺമെൻറ് പറയും അത് കൺട്രോൾ ചെയ്യണമെന്ന രീതിയിൽ ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യും. ഈവൻ ദോ UK ആൻഡ് US ആർ ക്യാപിറ്റലിസ്റ്റ് എക്കണോമീസ്. അങ്ങനെയാണെങ്കിൽ പോലും ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വരുന്നുണ്ട്. പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് വെൽത്ത് ആൻഡ് ഫ്രീഡം ഓഫ് മാർക്കറ്റ് ഹാസ് ബീൻ പെർമിറ്റഡ് ഇൻ സോഷ്യലിസ്റ്റ് കൺട്രീസ് ലൈക്ക് ചൈന, ക്യൂബ പോലുള്ള രാജ്യങ്ങൾ സോഷ്യലിസ്റ്റ് കൺട്രീസ് ആണ്. അവിടെ സെൻട്രലൈസ്ഡ് ഏജൻസി എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ് എന്ന് കരുതിയിട്ട് ഗവൺമെൻറ് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അവിടെ റോളുള്ളത് പ്രൈവറ്റിനും ഉണ്ട്. പ്രൈവറ്റ് കൂടുതൽ വെറൈറ്റീസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ കോമ്പറ്റീഷനൊക്കെ വരുന്നുണ്ട്. സോ കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പ്രൈവറ്റ് എന്ന് പറയാൻ, അതായത് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു രാജ്യം പോലും ഒരു എക്കണോമി പോലും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റില്ല. 1-2 ഉണ്ടെങ്കിൽ പോലും ആ മെജോറിറ്റി ഓഫ് നമുക്ക് മിക്സഡ് എക്കണോമി എന്ന രീതിയിലാണ് കാണാൻ പറ്റുന്നത്. മിക്സഡ് എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സ് അല്ലേ. പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ നിലനിൽക്കുന്നുണ്ട്. എക്കണോമി വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ് ഇമ്പോർട്ടൻസ് ടു വെൽഫെയർ ആക്ടിവിറ്റീസ്. ആസൂത്രണത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ലേ. ആ ഒരു വെൽഫെയർ, സോഷ്യൽ വെൽഫെയർ, സൊസൈറ്റിയുടെ എന്താണോ ആവശ്യകത അതും മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ പ്രൈവറ്റ് പ്ലേയേഴ്സിനുള്ള സ്വാതന്ത്ര്യവും കൊടുക്കുന്നുണ്ട്. ഓക്കെ, എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് ഫ്രീഡം ഓഫ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് വെൽത്ത് ആൻഡ് എക്കണോമിക് കൺട്രോൾ. ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രാധാന്യം നൽകുന്നു. സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നടക്കുന്നുണ്ടല്ലേ. സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ബട്ട് എങ്കിൽ പോലും സാമ്പത്തിക നിയന്ത്രണം, ആ ഒരു ടാക്സൊക്കെ കൂട്ടിയിട്ടൊക്കെ സാമ്പത്തിക നിയന്ത്രണമൊക്കെ ഒരു പരിധി വരെ കൺട്രോളും ചെയ്യുന്നുണ്ടല്ലേ. ഇത്രയുമാണ് നമുക്ക് എക്കണോമിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായുള്ള എക്കണോമിക് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. പ്രധാനപ്പെട്ട 3 എക്കണോമിക് സിസ്റ്റംസും പറഞ്ഞിട്ടുണ്ട്. അവിടെ അതിനിടയിൽ മുതലാളിത്ത വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ കുറച്ചധികം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. നമ്മുടെ ലോ ഓഫ് സപ്ലൈ, ലോ ഓഫ് ഡിമാൻഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ SCERT കണ്ടിട്ടില്ല, ബട്ട് NCERT പറയുന്നുണ്ട്. നമ്മളിവിടെ SCERT ഇത് പറയാതെ പോകരുതെന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാനത് ക്ലിയറും ചെയ്തു തരുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഈ ഒരു ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട്
വീണ്ടും കാണാം. താങ്ക്